ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെഡിമെയ്ഡ് അത്തപ്പൂക്കളാണ് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമുക്കിതിൽ ഗ്ലൂവിൻ്റെ മാത്രം ആവശ്യമേ വരുന്നുള്ളൂ എന്നതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒട്ടും തന്നെ ചിലവില്ലാത്ത ഒരു അടിപൊളി ഒരു വർക്കാണ് നമ്മുടെ ഇന്നത്തേത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് തുണിയുടെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. എന്തായാലും നമ്മുടെ കയ്യിൽ പഴയ തുണികളും നമ്മൾ ഉപയോഗിക്കാത്ത തുണികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മാറ്റി വെച്ചാൽ അതെടുത്താൽ നമുക്കൊരു അടിപൊളി അത്തപ്പൂക്കളം തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഗ്ലൂ മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ഇതുപോലെ നമുക്ക് കുറച്ച് തുണികളാണ്, പല കളറിലുള്ള തുണികളാണ് വേണ്ടത്. എല്ലാം ഇതുപോലെ കുനുകുനാൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ പ്ലാസ്റ്റിക് കവറാണ് യൂസ് ചെയ്യുന്നത്. ആ കളറിലുള്ള അതേ മെറ്റീരിയൽ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എത്രത്തോളം കുഞ്ഞു കുഞ്ഞു പീസാക്കാവോ അത്രത്തോളം നല്ലത്. കളർ പേർപ്പസ് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതുപോലൊരു ചാക്കിൻ്റെ ഈ ഒരു സഞ്ചിയാണ് എടുക്കുന്നത്. നമ്മുടെ അരിയൊക്കെ വാങ്ങിക്കുന്ന സഞ്ചിയാണെങ്കിൽ അതും എടുക്കാം. ശേഷം ഇതുപോലെ നമ്മുടെ ഒരു ബക്കറ്റിൻ്റെ ഒരു കൊട്ടയുടെ ക്യാപ്പാണ്, മൂടിയാണ് എടുക്കുന്നത്. അത് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സർക്കിൾ വരച്ചു കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചാക്കിൻ്റെ ഈ ഒരു സഞ്ചി ആകുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തായിട്ടും ഇതുപോലൊരു സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രത്തോളം വലിയ എന്തെങ്കിലും മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇത്രത്തോളം ചെറുതായിട്ടുള്ള ആ ഒരു രീതിക്കുള്ള മൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരു അത്യാവശ്യം വലുതായിട്ടുള്ള ഒരു പൂക്കളം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ പുറത്തായിട്ടും ഏകദേശം ഇതുപോലൊരു സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ്. ഇനി നമുക്ക് നല്ല നീറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുമ്പ് കഴിഞ്ഞ ഒരു ഓണത്തിന് നമ്മൾ അത്തപ്പൂക്കളം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു അത്യാവശ്യം ഒരു പൊട്ടിയ പ്ലേറ്റിൽ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന രീതിക്കാണ് നമ്മൾ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ക്രീപ്പ് പേപ്പർ ആയിരുന്നു അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് നല്ല നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഡിസൈൻ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മിഡിലായിട്ട് നമ്മളൊരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെയുള്ള വരകൾ നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഓരോ സൈഡിൽ നിന്നും ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ടുള്ള രീതിക്ക് ഈ ഒരു ഡിസൈൻ കൊടുക്കാം. ഇനി ഞാൻ മിഡിലായിട്ട് 2 സർക്കിളും കൂടി ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കിങ്ങിണി മോളും വന്നിരിപ്പുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോളാണ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫസ്റ്റ് തന്നെ ഞാനിവിടെ റെഡാണ് കൊടുക്കുന്നത്. റെഡ് ക്ലോത്താണ് വെച്ച് കൊടുക്കുന്നത്. മിഡിലായതുകൊണ്ട് തന്നെ നല്ല കുറച്ചൊന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡ് തന്നെ കൊടുക്കാം. അതിന് നെക്സ്റ്റ് ഈ ഒരു സർക്കിളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് യെല്ലോ കളർ കൊടുക്കാം. നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ. കാരണം ഇത് നമ്മൾ ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് ഒന്ന് ഒട്ടിക്കിട്ടാൻ സാധിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്തെങ്കിലേ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇതിന് പുറത്തായിട്ടുള്ള ഭാഗത്തും നമ്മളിനി ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. പിന്നെ മാക്സിമം നമ്മൾ എല്ലാം ഒന്ന് കവർ ചെയ്ത് നല്ല നീറ്റാക്കി തന്നെ ഒട്ടിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ പുറത്തായിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ സ്കൈ ബ്ലൂ കളറാണ് ഇവിടെ നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പീസസാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്.
ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തുണിസഞ്ചി ഉണ്ടാവുമല്ലോ, അതാണെങ്കിലും നമുക്കിനിയിപ്പോൾ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് കവർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിവിടെ വൈറ്റായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ തുണിസഞ്ചിയാണ്. അത് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇനി ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു വൈറ്റും അതുപോലെ റെഡും കൂടി ആ ഒരു ഇടകലർത്തിയുള്ള രീതിക്കാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പം നല്ല ഒരു എടുപ്പ് കിട്ടുന്നതായിരിക്കും. നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും പുറമേയുള്ള ഈ ഒരു സർക്കിളാണ്. ഒരു സർക്കിൾ ആണെങ്കിൽ കൂടി നമ്മളിത് 2 ആയിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് കവറാണ് അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഓരോ പീസസാണ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ പുറമേയായിട്ട് നമ്മൾ യെല്ലോ കളറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അത്തപ്പൂക്കളമാണ്. കൂടുതൽ അടിപൊളിയായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇടവിട്ടുള്ള ആ ഒരു ഭാഗത്തൊക്കെ ഗ്യാപ്പൊക്കെ കാണുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം അവിടെയും കൂടി നല്ല ഫുള്ളാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും തന്നെ പ്രതീക്ഷിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഒട്ടും തന്നെ ചിലവില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അത്തപ്പൂക്കളം തന്നെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഇതേ ഫൈനലായിട്ട് നമുക്ക് ഇതേ ആ ഒരു സ്കൈ ബ്ലൂ കളറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് റെഡ് കളറിലുള്ള ഈ ഒരു പീസ് തുണി തന്നെ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പെറ്റൽസ് പോലെ തന്നെ നല്ല ഒരു ഒറിജിനൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്